ഹലോ ഗൈസ്, ഇന്നായിരുന്നു ഞങ്ങളുടെ ലാസ്റ്റ് ക്ലാസ്സും ലാസ്റ്റ് എക്സാമും ഒക്കെ ഇന്നായിരുന്നു. എക്സാമൊക്കെ നല്ലതായിട്ട് എഴുതാൻ പറ്റി. നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. രാവിലെ ആയിരുന്നു എക്സാം. ഫുഡൊക്കെ കഴിച്ചു. പിന്നെ ക്ലാസ്സിൽ പോയി. പിന്നെ ക്ലാസ് ടീച്ചർ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. പിന്നെ ഞങ്ങൾ ഓഡിറ്റോറിയത്തിൽ പോയി. പിന്നെ എല്ലാവരും ആയിട്ടിരുന്ന് സംസാരിച്ചു. പിന്നെ കളിച്ചു മീൻസ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വെറുതെ വരുന്നൊക്കെ പറഞ്ഞ് കളിച്ചു. പിന്നെ ബെല്ലടിച്ചു. സ്കൂളിൽ പോയി ടീച്ചേഴ്സിനോടൊക്കെ ബായ് പറഞ്ഞു. ഇനി നമുക്ക് മാർച്ച് 4-ാം തീയതി 10th എക്സാമിന് 10th ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ ഞാൻ സ്കൂളിൽ നിന്ന് വന്നിട്ട് ഉടനെ തന്നെ കിടന്ന് ഉറങ്ങി. എനിക്ക് ഇത് ഉറങ്ങാൻ തോന്നിയപ്പോൾ ഞാൻ ഉറങ്ങി. കുറച്ച് നേരമായിട്ടുള്ളൂ. ഇപ്പോൾ ഏകദേശം 7 മണിയായിട്ടുണ്ടായിരിക്കും. 6:30 ആയപ്പോഴത്തേക്കും ഞാൻ എണ്ണീറ്റു. സോ ഞാൻ വിചാരിച്ചു എന്തായാലും വെറുതെ ഇരിക്കാൻ നമുക്ക് എന്തെങ്കിലുമൊക്കെ കലാപരിപാടികൾ ചെയ്യാമെന്ന്. ഇത് എയർ ഡ്രൈ ക്ലേ ആണ്. ഞാൻ വിചാരിച്ചു ക്ലേ വെച്ചിട്ട് ക്ലേ ആർട്ട് ചെയ്യാമെന്ന്. എന്തിനേലുമൊക്കെ പിൻട്രസ്റ്റിൽ നിന്നോ വല്ല എടുത്തിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന്. സോ നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ഞാനാണെങ്കിൽ എക്സാമൊക്കെ പ്രമാണിച്ച് ഞാൻ എൻ്റെ സ്റ്റഡിങ് ടേബിളും പിന്നെ അതുമല്ല 9th കഴിയാറായി 10th ആകാറായി. അപ്പോൾ സ്റ്റഡിങ് ടേബിളൊക്കെ ഞാൻ ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ ഞാൻ ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം ഗൈസ്, ഞാൻ എൻ്റെ സ്റ്റഡിങ് ടേബിളൊക്കെ ഓർഗനൈസ് ചെയ്ത്. സോ ഗൈസ്, ഇങ്ങനെയാണ് ഞാനൊന്ന് ഓർഗനൈസ് ചെയ്ത് വെച്ചേക്കുന്നത്. കണ്ടോ, ഇത് കഴിച്ച് ഇന്നലെ മെഴുകുതിരി കത്തിച്ച് വെച്ചിട്ട് മെഴുകുതിരി എല്ലാം കൂടി ഉരുട്ട് വീണതായതാണ്. സോ ഇങ്ങനെയാണ് ഞാൻ എൻ്റെ സ്റ്റഡിങ് ടേബിൾ ഹോളിലോട്ട് മാറ്റി. ഹോൾ മീൻസ് മേളത്തെ എന്തൊരു ഹോളം തന്നെയല്ലേ പറയുക, എനിക്കറിയില്ല കറക്റ്റ് എന്താണ്. എന്തായാലും ഇവിടോട്ട് മാറ്റി. ഇപ്പോൾ ഇവിടെ ആകുമ്പോൾ ലൈക്ക് വലിയ ഹാങ്ങിങ് ലൈറ്റ് ഇട്ടിട്ടുള്ളതുകൊണ്ട് നല്ല ബ്രൈറ്റ് ലൈറ്റും നല്ല ഫാൻ്റെ കാറ്റും എന്താ ഒരു രസമുണ്ട് ഇവിടെ. എൻ്റെ റൂമിലാണെങ്കിൽ അധികം ലൈറ്റില്ല, ട്യൂബ് ലൈറ്റ് ആയതുകൊണ്ട് അധികം ലൈറ്റില്ല. അപ്പോൾ ഒരു ഇതുപോലെ ഇവിടെ ആകുമ്പോൾ ഇച്ചിരി ലൈറ്റൊക്കെ ഉണ്ട്, അടിപൊളിയായിട്ട് നമുക്ക് പഠിക്കാം. പിന്നെ ഈ 9th ഈ ടെക്സ്റ്റൊക്കെ ഈ ടെക്സ്റ്റും ഈ നോട്ടും ഈ ഫയലും എല്ലാം മാറ്റി അയ്യോ ഇനി പുതിയ 10th സാധനങ്ങളൊക്കെ കൊണ്ട് ഞാൻ സ്കൂളിൽ നിന്ന് വന്നിട്ട് ഉറങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഉറങ്ങി വന്നിട്ട് ഞാൻ കുറച്ച് നേരം പിന്നെ എൻ്റെ ഫ്രണ്ട് അവണീനെ വിളിച്ചു. പിന്നെ ഞാൻ വന്നിട്ട് ഈ ക്രാഫ്റ്റിൻ്റെ കാര്യം എൻ്റെ മൈൻഡിൽ വന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ക്രാഫ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് ഇവിടെ ഇരുന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ ജേണലല്ലല്ലോ, ഡയറി എൻട്രി അല്ല, പ്രോപ്പർ ഡയറി എൻട്രി ഫോർമാറ്റിലൊന്നും അല്ല എഴുതുന്നത്. എങ്കിലും ഡയറിയിൽ ഞാൻ എല്ലാ സാധനവും നോട്ട് ചെയ്ത് വെക്കാറുണ്ട്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇന്ന് നടന്ന എല്ലാ കാര്യവും ഡയറിയിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. സോ ഞാൻ അതുകൂടി ഒന്ന് കാണിച്ചു തരാം. എന്നുവെച്ചാൽ ഞാൻ വായിക്കാൻ സമ്മതിക്കില്ല ഗൈസ്. ഇതൊക്കെ വെറുതെ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഞാൻ വളരെ ലൈക്ക് റാൻഡംലി ഒന്ന് കാണിക്കട്ടെ. വളരെ കേട്ടോ, ഇതുപോലെ എഴുതിയിട്ടുണ്ട്. ഇവിടെ തുറക്കുമ്പോൾ നല്ല മണമുണ്ട് ഗൈസ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇച്ചിരി അത്ര കൊടുത്തിട്ടുണ്ടായിരുന്നു. ബിക്കോസ് ഇത് ലാസ്റ്റ് ഡേയിൽ എഴുതിയിട്ടുണ്ടായിരുന്നതാണ്. ഇത് ലാസ്റ്റ് എക്സാമായിരുന്നു ഇന്ന്. എക്സാമിൻ്റെയും പിന്നെ എക്സാം കഴിഞ്ഞിട്ടുള്ള ലാസ്റ്റ് ഡേ ആണ്. ഇന്നാണ് പ്രോപ്പർ ലാസ്റ്റ് ഡേ. പക്ഷേ ഈ എഴുതിയിരിക്കുന്നത് എന്നുവെച്ചാൽ എക്സാം തുടങ്ങുന്നതിന് മുമ്പുള്ള ഫൈനൽ ഡേ. അതായത് എന്ത് പറയണ ക്ലാസ്സിലെ ഫൈനൽ ഡേ. ഇത് എക്സാം നടക്കുന്ന ആ ടൈമിൽ എനിക്കൊന്നും മനസ്സിലായില്ല. എന്നാൽ എനിക്ക് മനസ്സിലായി ഞാൻ എന്തോ പറയുന്നത്. എനിക്കും അറിയില്ല കേസ് എന്താണെങ്കിലും. ഓക്കെ, അത് എഴുതിയിട്ടുണ്ട്. ഞാൻ ഇങ്ങനെ എല്ലാം എഴുതി വെക്കും ഗൈസ്. ബിക്കോസ് ഒരു സാധനം എടുത്തിട്ട് വരാവേ. ഓക്കെ ഗൈസ്, ഈ ജാസ്മിൻ്റെ അത്തർ എടുക്കാൻ വേണ്ടി പോയതാണ്. നമുക്ക് ജാസ്മിൻ്റെ അത്തർ എടുക്കാൻ വേണ്ടി പോയതാണ്. ഇതിൻ്റെ ഒരു മണമുണ്ടല്ലോ, തിന്നാൻ തോന്നുന്നു ഗൈസ്. നമുക്ക് ഇതുകൂടി ഇവിടെ ഇട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഇതാക്കി കൊടുക്കുക, സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഗൈസ്. തുറക്കുമ്പോൾ ഒരു മണം വരണ്ടി, അതിന് വേണ്ടിയാണ്. നിങ്ങൾ വിചാരിക്കും എനിക്ക് വട്ടാണ് ഗൈസ്. ആക്ച്വലി എനിക്ക് വട്ടാണ്. തുറക്കുമ്പോൾ ഒരു കിട്ടിലൻ മണം വരും. ഇത് നമുക്ക് ഇവിടെ വെച്ച് കൊടുക്കാം. കണ്ടോ, ഇപ്പോൾ ഞാൻ കളർഫുള്ളായിട്ട് ഇതുമൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇപ്പുറത്തെ സൈഡിൽ ബ്ലൂ കളറൊക്കെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അവസാനിച്ചു. ഇതല്ലേ ഗൈസ്, നമുക്ക് എന്തൊരു പേജാകുമ്പോഴൊക്കെ എടുത്തത് വായിക്കുമ്പോൾ നമുക്ക് ആ മെമ്മറീസിലോട്ടൊക്കെ നമ്മൾ പോകും. ഇതെൻ്റെ അച്ഛനാണ് ഗൈസ് പറഞ്ഞത്, ഇങ്ങനെ എഴുതി വെക്കണം നീ, അപ്പോൾ നമുക്ക് എല്ലാ കാര്യം മെമ്മറൈസ് ചെയ്യാൻ പറ്റും എന്നത്.
അയ്യോ, അപ്പോൾ ഞാൻ അങ്ങനെ എഴുതി വെക്കാൻ തുടങ്ങിയതാണ് കേട്ടോ ആക്ച്വലി. പിന്നെ എൻ്റെ ക്ലാസ്സിൽ എല്ലാ പിള്ളേരെയും 47 സ്റ്റുഡൻസ് ആർ ദെയർ. ബട്ട് ഞാൻ എല്ലാവരും ഈച്ച് ആൻഡ് മൈന്യൂട്ട് സ്റ്റുഡൻറ്റിൻ്റെ പേര് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് ഗൈസ്. എല്ലാവരുടെയും പേര് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ വലുതാകുമ്പോൾ അയ്യോ ഇത്ര ഇവരൊക്കെ നമ്മുടെ ക്ലാസ്സിൽ പഠിച്ചാണല്ലോ എന്നുള്ള ഒരു തോട്ട് വരും. സോ ഇതാണ് ഗൈസ് ഇന്നത്തെ എൻ്റെ കലാപരിപാടി. ഇനി നമുക്ക് എന്തിന് ചെയ്യണം? യെസ്, ക്ലേ ആർട്ട് ചെയ്യണം. സോ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകണ്ട, നമുക്ക് നേരെ ക്ലേ ആർട്ട് ചെയ്യുന്നത് കാണാം. ഓക്കെ, പ്ലീസ്. അതേപോലെ ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് പോവാവേ. എൻ്റെ ഇതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള സാധനം എൻ്റെ എക്സാം ബോർഡാണ് ഗൈസ്. ഇത് ഇപ്പോൾ 2 വർഷത്തിന് മുമ്പുള്ള എക്സാം ബോർഡാണ്. ഇപ്പോൾ എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് എക്സാം ബോർഡ് എന്ന് പറയുന്നത് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. എക്സാമിനൊക്കെ പോയിട്ട് വന്നത് കൊണ്ടാണ് എക്സാമിൻ്റെ എന്തായിരുന്നു ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ ഇതിനകത്തുണ്ട്. ഇതൊക്കെ ഒന്ന് മാറ്റി കളയണ്ട വെച്ചിരിക്കുക. ഓക്കെ, നനേഴ്സിൻ്റെ ഭയങ്കര ഫേവറേറ്റാണ് ഇത്. കഴിഞ്ഞ വർഷം തൊട്ട് ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇതുകൊണ്ട് എഴുതുമ്പോൾ എനിക്കെന്തോ നല്ലതായിട്ട് എഴുതാൻ പറ്റും. അയ്യോ, ഓക്കെ, ഇതാണ് എൻ്റെ ഫേവറേറ്റ്. ബട്ട് ഇനി ഇത് അടുത്ത വർഷം കൊണ്ടുപോയി കഴിഞ്ഞാൽ അവരെന്നെ ഗെറ്റ് ഔട്ട് അടിക്കും. അതുകൊണ്ട് ഇത് കൊണ്ടുപോകാൻ പറ്റില്ല. സോ അപ്പോൾ ഞാൻ ആലോചിക്കുകയാണ് ഇനി എന്തിന് ചെയ്യും എന്ന് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഒരു കാര്യം കൂടി, പിന്നെ ഒരു കത്തിയും കൂടി ഉണ്ട്. ഇത് എൻ്റെ കിച്ചൺ സെറ്റിലെ കത്തിയാണ്. ഞങ്ങൾക്ക് കിച്ചൺ സെറ്റൊക്കെ ഉണ്ട് ഗൈസ്. പണ്ടൊക്കെ നമ്മളൊക്കെ കിച്ചൺ സെറ്റൊക്കെ വെച്ച് കളിച്ചിട്ടുള്ള ആൾക്കാരാണ്. അതിൻ്റെ കിച്ചൺ സെറ്റിൽ നൈഫാണ് ഗൈസ്. അതുകൊണ്ട് കുറച്ച് ഡ്രസ്സൊക്കെ ഇട്ടേക്കുന്നതാണ്, ബിക്കോസ് അതും ഉണങ്ങാൻ വേണ്ടി ഇട്ടിരിക്കുന്നതാണ്. സോ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഇതിനകത്ത് കുറച്ച് കളേഴ്സൊക്കെ തീർന്നു പോയിക്കണ്. കുറച്ചൊക്കെ ഒന്നോ രണ്ടോ കണ്ട് അനിയന്മാരൊക്കെ കൊണ്ടുപോയിട്ടുണ്ട്. കുറച്ച് സാധനങ്ങൾ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. ഇത് മറ്റേ സാധനം, ഇതിനെന്തിനാ പറയാ, ഇതിനൊരു പേര് പറയല്ലോ. ഇതാണോ എയർ ഡ്രൈ ക്ലേ? എന്തിരി ഫാബ്രിക് അല്ലേ, എന്തിനോ പറയുമല്ലോ ഇതിന്. എന്തിനോ പറയും ഗൈസ് ഈ ഇതിന്. ഇത് ഞാനാണെങ്കിൽ നേരത്തെ പണ്ടൊരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു പ്ലാന്റ് സെല്ലിൻ്റെ. അതിനുവേണ്ടി സെല്ലിൻ്റെ സംഭവങ്ങളൊക്കെ വേണ്ടി ഇനി മേടിച്ച് തരുന്നത്. അപ്പോൾ അതങ്ങനെ പിന്നെ കുറച്ച് ഇതിൻ്റെ കൂടെ കുറച്ചധികം എന്തിനു പറയാ, ഷെല്ലല്ലോ, അയ്യോ മറന്നു പോയിക്കണല്ലോ, എന്തിനു പറയാൻ. യെസ് ഗൈസ്, കുറച്ചധികം ഷേപ്സ്. ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് മീനിനെ കണക്ക് തോന്നുന്നുണ്ടോ അതോ ഔളിൻ്റെ കൂട്ട് തോന്നുന്നുണ്ടോ എനിക്കറിയില്ല ഗൈസ്. ഇതൊരു മനുഷ്യൻ, ഇതൊരു പൂച്ച, പിന്നെ ഇതൊരു റാബിറ്റ്. ബാക്ക്ഗ്രൗണ്ടിൽ സംസാരമൊക്കെ കേൾക്കും, ചേച്ചിയുടെയാണ്. പിന്നെ ഇതെന്തിരി റോള്, മറ്റേ റോള്. ഇത് എന്തിനോ വേണ്ടിയുള്ള സാധനം. ഇത് ഇങ്ങനെ ആക്കാൻ വേണ്ടി. പിന്നെ ഞാനൊരു ക്ലിപ്പ് എടുത്തിട്ടുണ്ട്, ലൈക്ക് ഒരു മൂർച്ച കിട്ടാൻ വേണ്ടി. അല്ലാണ്ട് ഇതുണ്ട് എങ്കിലും എനിക്ക് അപ്പം ബുദ്ധി പോലും. ഇപ്പം ഞാൻ വീഡിയോ എടുത്തപ്പോഴാണ് ഈ സാധനത്തിൻ്റെ കാര്യം ഓർത്ത്. സോ ഈ സാധനം ഉണ്ട്. സോ നമുക്ക് അതേ വീഡിയോയിലോട്ട് പോകാം. ഇത് കുറേ നേരം കൂടി ഞാൻ പറയണ്ടല്ലേ വീഡിയോയിലോട്ട് പോകാമെന്ന് പറഞ്ഞ് കുറേ പ്രസംഗിച്ചു. അതിന് നമുക്ക് ശരിക്കും വീഡിയോയിലോട്ട് പോകാം ഗൈസ്. അതിന് മുമ്പായിട്ട് ഞാൻ യൂട്യൂബിൽ നിന്നോ പിൻട്രസ്റ്റിൽ നിന്നോ ഇതിലൊക്കെ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് അതേപോലെ വേണം ഉണ്ടാക്കാൻ. ഒരു ബട്ടർഫ്ലൈനെ ഉണ്ടാക്കാനാണ്. ഇതുപോലെ ഇരിക്കുന്ന ബട്ടർഫ്ലൈ. ഇതുപോലെ അല്ല കേട്ടോ, എനിക്ക് വരയ്ക്കാൻ അറിയാത്തതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. ഇതുപോലത്തെ ഒരു ബട്ടർഫ്ലൈനെ വരയ്ക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. സോ നമുക്ക് വേണ്ടത് ലൈറ്റ് പിങ്ക് ആണ്. നമുക്ക് ലൈറ്റ് പിങ്ക് ആക്കാൻ പറ്റുമെന്ന് നോക്കാം. ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ കൂടെ കോൺട്രാസ്റ്റ് ആയിട്ട് നമുക്ക് വേറെ ഓപ്ഷൻസ് ഒന്നുമില്ല ഗൈസ്. ഇത്രയും കളറേ ഉള്ളൂ. എനിക്ക് ഈ ഒരു ബ്ലൂവും കൂടി കോൺട്രാസ്റ്റ് ആയിട്ട് കൊടുക്കും. സോ നമുക്ക് കുറച്ച് ഈ വീഡിയോ ചിലപ്പോൾ ഷോർട്ട്സായിട്ട് വരത്തില്ല ഗൈസ്, ബിക്കോസ് ഞാൻ ഇത്ര നീണ്ട പ്രസംഗമൊക്കെ നടത്തിയിരിക്കുന്നുണ്ട്. ഇത് ഷോർട്ട്സായിട്ട് വരാൻ ഒരു സാധ്യതയുമില്ല. വ്ലോഗായിട്ട് വരുമായിരിക്കും, ബട്ട് അത് കുഞ്ഞു വ്ലോഗായിരിക്കും ഗൈസ്. കുഞ്ഞ് മീൻസ് വളരെ ഒരു 2-3 മിനിറ്റിൻ്റെ വ്ലോഗ്.
പക്ഷേ ഷോർട്സ് ആയിട്ട് ഇടാല്ലേ 2-3 മിനിറ്റ് ഉണ്ടെങ്കിൽ എഡിറ്റ് ചെയ്യുമ്പോൾ അറിയാം എത്ര മിനിറ്റ് ഉണ്ടെന്ന്. ബട്ട് ഇതാണെങ്കിൽ ഈ സോഫ്റ്റ് ക്ലേ എന്ന് മാറിയിട്ടൊരു ഹാർഷായിട്ടുള്ള ക്ലേ ആയ പോലെ ഒരു ഫീൽ ഗൈസ്. കുറച്ച് ക്ലേ ഒക്കെ മേടിക്കണം ഗൈസ്. ഫ്രീ ടൈം നമ്മൾ ആനന്ദകരമാക്കണം, മനസ്സിലായോ? 10ാം ക്ലാസ് ചെന്ന് കഴിഞ്ഞാൽ ഫുൾ പറയും പേരൻസ് പഠി പഠി പഠി. അതിന് മുമ്പ് നമുക്ക് എൻജോയ് ചെയ്യണ്ടേ? പിന്നെ അല്ലാണ്ട് ഇതാണ് ഞാൻ പൊട്ടിക്കുമ്പോൾ ഇതിൻ്റെ ടെക്സ്ചർ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം ഗൈസ്. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല ഗൈസ്. താഴെ ഭയങ്കര TV കാണലായതുകൊണ്ട് ഞാൻ പതുക്കെ പറയുന്നത്. പിന്നെ എനിക്ക് വീഡിയോ എടുക്കുന്നുണ്ട് എന്തോ ഒരു പോലെ സംസാരിക്കുന്നുണ്ടേ, അതുകൊണ്ടാണ്. ഇതിൻ്റെ ടെക്സ്ചർ, ബട്ട് ഇതിൻ്റെ ടെക്സ്ചർ കണ്ടോ? നിങ്ങൾക്ക് കാണാം, നിങ്ങൾക്ക് ഇതുണ്ട്. ലൈക്ക് ഒരു മിനിറ്റ് വെയിറ്റ്. ഇത് ഭയങ്കരമായിട്ട് കമർത്തണം, ബട്ട് ഇത് എന്ത് പറയാ, നല്ല സോഫ്റ്റായിട്ട് എനിക്ക് തിന്നാൻ തോന്നുന്നു. ഇങ്ങനത്തെ സാധനമൊക്കെ എനിക്ക് തിന്നാൻ തോന്നും. ഒരു പ്രത്യേകതരം അസുഖമുണ്ട്. നമുക്കിത് രണ്ടുകൂടി മിക്സ് ചെയ്യുമ്പോൾ ഏത് കളർ കിട്ടും എന്ന് നോക്കാം. എനിക്കറിയത്തില്ല ഗൈസ്, ഞാൻ ഉദ്ദേശിക്കുന്ന കളർ തന്നെ കിട്ടുമോ ഇല്ലയോ എന്നത്. ബട്ട് കിട്ടി ഗൈസ്, കിട്ടി മക്കളെ, കിട്ടി. ഒരു മിനിറ്റ്, ഞാനിത് കുഴച്ചോട്ടെ. കുഴച്ച് എടുക്കണം. എന്തിരി യെസ് ഗൈസ്, ആക്ച്വലി കളർ കിട്ടി. ഒരു ബേബി പിങ്ക് കളർ കാണാൻ പറ്റുന്നുണ്ടോ ദൈവത്തിനറിയാം. ഓക്കെ, ബേബി പിങ്ക് കളർ കിട്ടി. തേടി ഈ പിങ്കിൽ നിന്ന് ഞാൻ ഈ പിങ്കിലോട്ടാക്കിയെടുത്തു. നമുക്കിനി കുറച്ച് കൂടെ വേണം. വെനിയും ഇവിടെ ഞാനിപ്പോൾ വെച്ച് സെറ്റാക്കിയിട്ടുണ്ട് ഗൈസ്. കണ്ടോ, ബേബി പിങ്ക് കളറിലോട്ട് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് ആ ഡിഫറൻസ്. ഈ ഒരു പിങ്കിൽ നിന്നാണ് ഞാൻ ഈ ഒരു പിങ്കിൽ നിന്നാണ് ഈ ഒരു കളറാക്കി എടുത്തേക്കുന്നത് ഗൈസ്. എൻ്റെ ഫോണിൽ ഒട്ടും ചാർജില്ല ഗൈസ്, 20% ഉള്ളൂ. എങ്കിലും ഞാൻ ഈ വീഡിയോ എടുത്തിട്ട് അവസാനിപ്പിക്കത്തുള്ളൂ. ഓക്കെ, നമുക്ക് ഇനി ഇതുണ്ടാക്കാം. അതേപോലെ നമുക്ക് ഇങ്ങനെ ചെയ്യാം. ഇങ്ങനെ മനസ്സിലായോ? ഇങ്ങനെ എന്നിട്ട് നമുക്കിത് ഒരു എത്ര പീസായിരുന്നു? ഒരു മിനിറ്റ് ഒന്ന് നോക്കട്ടെ. 6 ഉണ്ടകളാക്കി മാറ്റണം. ഫസ്റ്റ് ഉണ്ട, സെക്കൻഡ് ഉണ്ട, തേർഡ് ഉണ്ട, ഫോർത്ത് ഉണ്ട, ഫിഫ്ത്ത് ഉണ്ട, സിക്സ്ത് ഉണ്ട. ബാക്കി ഇത്രയും എക്സ്ട്രാ വന്നു നമുക്ക് അവനെ കുത്തി വയ്ക്കാം. എന്നിട്ട് നമുക്ക് ഇയാളെ ഉരുട്ടണം. ഓക്കെ, തലഭാഗം റെഡി. ഇനി നമുക്ക് ബോഡി പാർട്ട് റെഡിയാക്കാം. ബോഡി പാർട്ട് റെഡി. അയ്യൊന്നും കുത്തിയിട്ടില്ല. അതിൻ്റെ അടുത്ത ഭാഗം റെഡി. അടുത്ത ഭാഗവും റെഡി. ഈ ഭാഗം അവസാനത്തെ ഭാഗം ഇച്ചിരി ചെറിയ ഭാഗം ചെറിയ ഭാഗമാക്കി ആക്ച്വലി ഇത്രയും ഭാഗം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ശരി ഗൈസ്. ഇത്രയും ഉണ്ടകൾ ഓക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്കിനി ഇവനെ വെച്ചിട്ട് നമുക്കിതൊന്ന് ഇങ്ങനെ ആക്കി എടുത്തിട്ട് വന്നിട്ട് കാണാം. ബോഡി പാർട്ട് ഏകദേശം റെഡിയാക്കിയിട്ടുണ്ട്. കണ്ടോ. ഓക്കെ, ബോഡി പാർട്ട് ഏകദേശം സെറ്റായിട്ടുണ്ട്. പക്ഷേ ഒരു ചരിവുണ്ട് അതിനകത്താണ് പ്രശ്നം. ഇനി നമുക്ക് അടുത്തത് കോൺട്രാസ്റ്റ് ആയിട്ട് ബ്ലൂ കളർ കൊടുക്കാം എന്ന് ഞാൻ വിചാരിക്കുന്നു. കൊടുക്കാൻ പറ്റുമോ? ബ്ലൂ, പിങ്കി ബ്ലൂ ചേരുമായിരിക്കും അല്ലേ? അതോ വൈറ്റ് കൊടുത്താലോ? നമുക്ക് ഇച്ചിരി ബ്ലൂ ഇച്ചിരി വൈറ്റ് കൂടെ വെച്ച് നോക്കാം.
ആക്ച്വലി മാച്ച് വൈറ്റ് ആണ്. സോ നമുക്ക് വൈറ്റ് തന്നെ കൊടുക്കാം. ഓക്കെ, നമുക്കിതിനെ ഇങ്ങനെ ഞാൻ ആ രൂപത്തിൽ എത്തിക്കും. ദൈവമേ, ഈ വൈറ്റ് ഫുള്ള് അങ്ങ് എടുക്കാം ഗൈസ്. നമുക്ക് പുതിയ ഇവനെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് സ്മൂത്താക്കി എടുക്കണം. ഗൈസ്, ഫൈനലി ഞാനത് കംപ്ലീറ്റ് ചെയ്തു. ബട്ട് ഇതൊരു പുഴുവിനെ പോലുണ്ട് ഗൈസ്. ഇതൊരു പുഴുവിനെ പോലുണ്ട്. പക്ഷെ ഞാൻ ശരിക്കും കാണിച്ചു തരാം. ബട്ട് എന്നെക്കൊണ്ട് പറ്റുന്ന മാക്സിമം ഞാൻ ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് ഇനി ഇതിൻ്റെ ഫൈനൽ ഔട്ട്പുട്ട് കണ്ടാലോ. ഗൈസ്, ഇതാണ് അതിൻ്റെ ഫൈനൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഗൈസ്? ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ പറയാൻ ഇഷ്ടപ്പെട്ട് കാണാം. ഇഷ്ടപ്പെടണമല്ലോ, അല്ലെങ്കിൽ ഇഷ്ടപ്പെടണം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവനെ ഒന്ന് പതുക്കെ റിലീസ് ചെയ്യാം. ഗൈസ്, ഇത് കിട്ടി. ബട്ട് എങ്ങനെ എടുക്കും, എവിടെ വയ്ക്കും? ഫുൾ പോയി ഗൈസ്, വിട്ടുപോയി. ഞാനിനി എങ്ങനെ ഒന്നിപ്പിക്കും? നമുക്കൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം ഗൈസ്. അപ്പോൾ ചിലപ്പോൾ ഒന്നിച്ചാലും ഇത് മര്യാദയ്ക്ക് നേരെ വെച്ചാണ്. അപ്പോൾ അതിൻ്റെ അഹങ്കാരത്തിന് കൈ വിറയ്ക്കണ് ഗൈസ്. ആക്ച്വലി എങ്ങനെ എടുക്കും ഇതിനെ? തല പോലെ മൊത്തേ ഇങ്ങനെ ഉണ്ടായിരുന്നു. അങ്ങോട്ട് കയറി അങ്ങോട്ട് എന്തൊരു ഇത്ര പ്രയാസം. നമുക്ക് വല്ല ടൂത്തപ്പേക്കോ വല്ലതും കുത്തി ഇറക്കാം ഇതിൻ്റെ പള്ളയ്ക്കൂടെ. ഇത് ആക്ച്വലി ഇത് ഇരിക്കുന്നില്ല ഗൈസ്, ഓട്ട സാധനം. ഇനി ഇവിടെ ഒട്ടിച്ച് വെക്കാം.
ഇവന്മാരെയും കൂടെ വെറുതെങ്കിലും കയറ്റി വെച്ചേക്കുക. നമുക്ക് വിട്ടോട്ട് പ്രസ് ഗൈസ് ഇത്രയും കഷ്ടപ്പെട്ട് ഉണ്ടാക്കി തന്നു ഗൈസ്. പക്ഷേ അതെല്ലാം നശിച്ചു പോയി ഗൈസ്. സങ്കടമായി ഗൈസ്. തിരിച്ചെടുത്ത് അതുപോലെ വയ്ക്കാൻ ദേഷ്യം വെച്ചത് അപ്പം നമുക്ക് പറ്റിയ പണിയൊന്നും അല്ലെന്ന് ഞാൻ ഇന്ന് തിരിച്ചറിഞ്ഞിരിക്കുന്നു ഗായ്സ്. നമുക്ക് ഇവനെ എല്ലാത്തിനെയും പിടിച്ചിനകത്ത് അടച്ചു വയ്ക്കാം. നമുക്ക് വല്ലോ കഴിച്ചിട്ട് കിടന്ന് ഉറങ്ങാനും വല്ല ഇച്ചിരി എന്തെങ്കിലുമൊക്കെ വടക്കൊണ്ടച്ചാനും ഒക്കെ നമുക്കറിയത്തുള്ളൂ ഗൈസ്. അല്ലാണ്ട് കളപ്പഴമായി ഒരു കഴിവുമില്ല ഗൈസ്. എന്നാലും ഞാൻ ഇവിടെ എല്ലാം ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇത് ഇവന്മാരെയും കൂടി എടുത്ത് കറക്റ്റ് പൊസിഷനിൽ വെച്ച് കഴിഞ്ഞാൽ എല്ലാം റെഡി ഗൈസ്. ഇതായിരുന്നു ഒരു കുട്ടി വ്ളോഗ് എന്ന് പറഞ്ഞത്. ഞാൻ ആക്ച്വലി ഒരു മിനി വ്ളോഗായിട്ട് ഇടാമെന്ന് വെച്ചാൽ അന്ന് നീണ്ട് ഇച്ചിരി നീണ്ടുപോയി. അപ്പോൾ ഇത് വ്ളോഗായിട്ട് വരുമായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ മിനി വ്ളോഗായിട്ട് വരുമായിരിക്കും, എനിക്കറിയാൻ പാടില്ല. എന്തുവാണെങ്കിലും എന്താ പറയുക, കുറേ ദിവസമല്ലേ വീഡിയോ ഒക്കെ ഇട്ട്. ഞാൻ ആക്ച്വലി ഇതൊരു ക്രാഫ്റ്റ് വ്ളോഗ് ആക്കാമെന്ന് വിചാരിച്ചാൽ അത് പറഞ്ഞ് പ്രസംഗിച്ച് ക്രാഫ്റ്റ് ഒന്നും നടന്നില്ല. ആക്ച്വലി ക്രാഫ്റ്റ് ഞാനത് ഉണ്ടാക്കി, ബട്ട് നശിച്ചു പോയി. അത് എടുത്തപ്പോഴത്തേനും അത് നശിച്ചു പോയി. ഞാൻ പിന്നെ എല്ലാം കൂടി കയറ്റി ഇതിൻ്റെ അകത്ത് ദേണ്ടിരിക്കുന്നു ദേണ്ട കണ്ടോ. അങ്ങനെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ക്രാഫ്റ്റ് ഒന്നും നമുക്ക് പഠിക്കുന്ന പണിയല്ലെന്ന് എനിക്ക് മനസ്സിലായി ഗൈസ്. സോ ബൈ ഗൈസ്.